ഹലോ കൂട്ടുകാരെ, നമ്മളങ്ങനെ മദ്രാസിൽ നിന്ന് തിരിച്ച് വരുന്ന വഴിയാണ്. കമ്പം തേനി ഏരിയയിലാണ് കേട്ടോ. കമ്പം കഴിഞ്ഞ് വരുമ്പോഴത്തേന് അവിടെ അടിപൊളി ഒരു ഗ്രേപ്സ് ഗാർഡൻ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. തിരിച്ചു വരുന്ന വഴി ഒന്ന് അവിടെ കയറാം, കുറച്ച് മുന്തിരിങ്ങയൊക്കെ പറിച്ചുകൊണ്ട് പോകാമെന്ന് കരുതി ആണ് ഞങ്ങൾ വന്നത്. നമ്മൾ നേരെ തേനി കഴിഞ്ഞിട്ട് കമ്പത്തേക്കുള്ള യാത്രയിലാണ്. നല്ല പ്രകൃതി രമണീയം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഇതാണ് പ്രകൃതി രമണീയം. മലകളും താഴ്വരകളും പച്ച പുൽമേടുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. വണ്ടിയിൽ ഞാനും ആശുക്കുട്ടിയും നമ്മുടെ ശംഭു ഉണ്ട്. ശംഭുവാണ് ഞങ്ങളുടെ മാനേജർ ഇപ്പോഴത്തെ. അങ്ങനെ വണ്ടി വിട്ടതേ തേനി കഴിഞ്ഞിട്ട് കമ്പം കഴിഞ്ഞിട്ട് നമ്മുടെ കുമിളി അവിടെ അടുക്കുമ്പോഴാണ് ഈ ഗ്രേപ്പ് ഗാർഡൻ ഉള്ളത് കേട്ടോ. നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് കുറച്ച് ഗ്രേപ്സ് ഒക്കെ പറിച്ച് പോകാം. ഹൈവേ തിരക്കൊന്നുമില്ല, ഈ സമയം കൊണ്ടായിരിക്കും തിരക്കൊന്നും കാണുന്നില്ല. പിന്നെ ഹെവി ട്രക്കുകളൊക്കെ കുറവാണ്, സാധാരണ ലോക്കൽ വാഹനങ്ങളെ കാണുന്നുള്ളൂ. അതുകൊണ്ട് വണ്ടി ഓടിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അങ്ങനെ നമ്മൾ നേരെ ആ ഗ്രേപ്സ് ഗാർഡൻ്റെ അരികിലെത്തി. ഇവിടെ ആശയ്ക്കും പിന്നെ നമ്മുടെ ശംഭുവിനും വിശക്കുന്നെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അവിടെ നിന്ന് തന്നെ ഫുഡും കഴിക്കാം, ഗ്രേപ്സ് ഗാർഡനും കാണാം, ഗ്രേപ്പും കുറച്ച് പറിക്കാമെന്നൊക്കെ കരുതി വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ഇവിടെ നമ്മുടെ എക്സ്റ്ററിൻ്റെ പുറകിൽ കണ്ടോ, മഞ്ഞ് പുതച്ച് കിടക്കുകയാണ് കേട്ടോ മുന്തിരി പാടം. വിളവെടുത്ത് കഴിഞ്ഞു, എന്നിട്ട് രണ്ടാമത്തെ കൃഷിയാണ് കേട്ടോ. മുന്തിരി പാകമായിട്ട് വരുന്നേ ഉള്ളൂ. മുന്തിരിയൊക്കെ അതിങ്ങനെ പിടിച്ച് വരുന്നതേ ഉള്ളൂ, പിഞ്ചാണ്. പിന്നെ പുറകിൽ ഇനിയും കുറച്ച് വിളവെടുക്കാനുള്ള മുന്തിരികളുണ്ട്. ചേച്ചിമാരൊക്കെ കൃഷിപ്പണിയിലാണ്. പിന്നെ ഇവിടുന്ന് നല്ല ഫ്രഷ് മുന്തിരി കിട്ടുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുകൊണ്ട് മുന്തിരി വിളവെടുത്ത് കഴിയുമ്പോഴത്തേ അതിൻ്റെ കരിയുന്ന ഇലയൊക്കെ കരിച്ച് കളഞ്ഞിട്ട് ആ വള്ളി ഇങ്ങനെ തടി പോലെ നല്ല ഹാർഡാവും. വർഷങ്ങളോളം ഇങ്ങനെ കൃഷി അവർ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ സെയിൽസ്മാൻ ബോക്സിനകത്ത് കുറച്ച് മുന്തിരി പാക്ക് ചെയ്ത് തൂക്കിയാണ് തരുന്നത് കേട്ടോ. 3 കിലോയ്ക്ക് 240 രൂപ. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്രഷ് സാധനമാണ്, പറിച്ചെടുത്തേ ഉള്ളൂ കേട്ടോ. പശുക്കുട്ടി കൈയിട്ട് ഒരെണ്ണം എടുത്തു, കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. കുറച്ച് മധുരവും പുളിയും കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഗ്രേപ്സിൻ്റെ സിറപ്പാണ് ഇത് അവർ റെഡിയാക്കി വെച്ചേക്കുന്നത്. എല്ലാവരും തമിഴ്നാട്ടുകാരാണ്, അവിടുത്തെ ജോലിക്കാരും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആശുക്കുട്ടി പൈസ ഒക്കെ വാങ്ങി, ബാലൻസൊക്കെ തിരികെ വാങ്ങി നേരെ പോകാം എന്നുള്ള കണക്കൂട്ടിലാണ്. ശമ്പക്കൂട്ടനപ്പോഴത്തേക്ക് മുന്തിരിങ്ങ എടുത്ത് ഫ്രണ്ടിൽ പോയി കഴിഞ്ഞു. നമുക്ക് പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമുക്കുള്ള കാര്യങ്ങൾ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുറകെ ക്യാമറയും തൂക്കി നടക്കുകയാണ്. ക്യാമറാമാൻ്റെ ബുദ്ധിമുട്ട് ഇവർക്കൊന്നും അറിയുന്നുണ്ടല്ലോ. വളരെ മനോഹരമായൊരു ഗ്രേപ്സ് ഗാർഡനാണ്. കുട്ടികൾക്ക് കളിക്കാനും ചിരിക്കാനും തലകുത്തി മറിയാനൊക്കെ നല്ല സൗകര്യങ്ങൾ അവർ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിഞ്ച് ഇവിടെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേനും അടുത്ത വിളവ് ഒരു കൃഷി തുടങ്ങിയിട്ടുള്ളൂ, പിഞ്ച് മുന്തിരിങ്ങയാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് കയറി അവിടെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു, അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അവരൊക്കെ പോയി വണ്ടിയിൽ കയറി. ശംഭു നമ്മുടെ ഗ്രേപ്സ് എടുത്ത് നേരെ വണ്ടിയുടെ ഡിക്കിലും സെറ്റാക്കി. പിന്നെ ഒന്നുകൂടി നമുക്ക് ആ ഗ്രേപ്പ് തോട്ടം, മുന്തിരിപ്പാടം ഒന്ന് കാണാം കേട്ടോ. മൂടൽ മഞ്ഞ് പുതച്ച് കിടക്കുകയാണ്, നല്ല തണുപ്പ് വേണം തോന്നട്ടെ ഈ മുന്തിരിയൊക്കെ വിളഞ്ഞ് റെഡിയാവാനേ. കണ്ടല്ലേ എന്ത് ഭംഗിയാ നോക്കിയല്ലേ, താഴ്വരയിൽ മുന്തിരിപ്പാടം, മൂടൽ മഞ്ഞ് ഇങ്ങനെ പുതച്ച് കിടക്കുകയാണ്.